നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പാസ്റ്റർക്കും കൂടി വരുന്ന ദൈവമക്കൾക്കും ദൈവം യേശുക്രിസ്തു നാമത്തിന്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 55:22. கர்த்தர் உன் பாரத்தை வைத்து விடு, அவர் உன்னை ஆதரிப்பார், നീതിമാനെ ഒരുപോതും തള്ളാതെ ഒട്ടാ. ഇന്ന് നമ്മുടെ ഇവിടെ ദേവദാസനും സഹോദരന്മാരും ഒക്കെ പലപ്പോഴും വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളതും നമ്മൾ അതിനകത്ത് അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ള ഒരു വാക്യമാണിത്. ഞാനൊന്നുകൂടെ വായിക്കാം. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു നോക്കാം, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ചിലത് നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റും, ചിലത് നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ അത് നമുക്ക് നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അപ്പം എങ്ങനെ നമ്മൾ നമ്മുടെ ഭാരം ദൈവത്തോട് അറിയിക്കാന്ന് വെച്ചാൽ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാൻ. ലൂക്കോസിന്റെ സുവിശേഷം 18:1 പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നമ്മളെ പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ നമ്മൾ മുന്നോട്ട് വന്ന് വരുമ്പോൾ പലപ്പോഴും മടുപ്പ് നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ ദൈവം നമ്മളോട് പറയുന്നത് മടുത്തു പോകാതെ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 9:1-2 പറയുന്നു. അതൊന്ന് വായിക്കോ. യോഹന്നാന്റെ സുവിശേഷം 9:1-2. அப்பொழுது அவருடைய சீஷர்கள் அவரை நோக்கி, ரபி, இவன் குருடனாய் பிறந்தது யார் செய்த பாவம்? இவன் செய்த பாவமோ இவரை பெற்றவர்கள் செய்த பாவமோ എന്ന് കേട്ടാர்கள். ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. യേശു ശിഷ്യന്മാരോട് കടന്നു പോകുമ്പോൾ പിറവിലെ കുരുടനായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർ ചോദിക്കുക, ഇവനാണോ, ഇവന്റെ മാതാപിതാക്കൾ ചെയ്ത കുറ്റം കൊണ്ടാണോ ഇവൻ ഇങ്ങനെ സംഭവിച്ചത്? എന്നാൽ യേശു അവരോട് പറയുന്നു, ഇവനുമല്ല, ഇവന്റെ മാതാപിതാക്കൾ ചെയ്ത കുറ്റമല്ല, ഇത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ഉള്ളതിന് വേണ്ടിയിട്ടാണ് അവനെ പിറവിയിൽ അവൻ കുരുടനായി തീർന്നത്. അതുപോലെ നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു. നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ദൈവത്തെ അറിയാത്ത മനുഷ്യരും അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു, അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ട് നമുക്ക് മാത്രം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനായിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ അച്ചാച്ചനോ ഞങ്ങളുടെ കുടുംബക്കാരോ ആരും ചെയ്ത് തെറ്റും കൊണ്ടല്ലായിരിക്കും. അന്ന് എൻ്റെ കുഞ്ഞിനങ്ങനെ അവളെ ഒത്തിരി 2.5 മാസം അങ്ങനെ ഒരു കുഞ്ഞുങ്ങൾക്കും വരാത്ത പോലത്തെ രീതിയിൽ അവൾ വന്നപ്പം എന്തുകൊണ്ട് ഞാൻ ചിന്തിച്ചതാണ്, എന്ത് ചെയ്തു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എൻ്റെ വീട്ടുകാർ എന്ത് തെറ്റ് ചെയ്തു എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ വരാൻ. എന്നാൽ ഞാനോ ഞങ്ങളുടെ ആരും ചെയ്ത കുറ്റം കൊണ്ടല്ല, എന്നാൽ ദൈവനാമം മഹത്വപ്പെടുന്നില്ലയോ അവൾ ജീവിച്ചിരിക്കുന്ന നാൾ വരെയും അവളൊരു ദൈവത്തിന്റെ അത്ഭുതമാണ്. എന്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു ഒന്ന് എൻ്റെ ജീവിതത്തിൽ പറയാനായിട്ട് ഞാൻ ഇവിടെ വന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതമാണ്. ഇങ്ങനെ ഇവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരാളെ ഈ സ്റ്റേജ് ഫിയർ ഭയങ്കരമായിട്ട് കൂടുതലുള്ള ആളാണ്. എനിക്ക് ഇങ്ങനെ പ്രസംഗിക്കാനോ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തൊരു അത്ഭുതം. ഇപ്പൊ ഈ കടന്നു വന്ന സാഹചര്യങ്ങളൊക്കെ ആണെങ്കിലും നോക്കുമ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ എനിക്ക് നമുക്ക് ഇതിനകത്ത് ഉൽപ്പത്തി നമുക്ക് ഹാഗറിനെ ഇസ്മായിലിനെ കാണാനായിട്ട് പറ്റും. ഹാഗർ ഒരു കുഞ്ഞിനെ ആ മരുഭൂമിയിലിട്ട് അവൾ ഒരുപാട് ദൂരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരിക്കലും അവിടെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അവിടെ ആ നീരുറവ തുറന്നു വരാൻ സാഹചര്യമില്ല. എന്നാൽ ദൈവം അവർക്ക് വേണ്ടി ആ കുഞ്ഞിനെ ഹാഗറിനെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അവർക്കൊരു ഇതാകാൻ വേണ്ടിയിട്ടാണ് അന്ന് അവരൊരു നീരുറവ ദൈവം അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. അവൾ അതിൻ്റെ പുറകിലോട്ട് ചിന്തിച്ചു നോക്കുവാണെങ്കിൽ അതിൻ്റെ വായിച്ച് നോക്കുമ്പോൾ സാറായി അബ്രഹാമിനോട് പറഞ്ഞിട്ടാണ് ഹാഗറിനെ അബ്രഹാം കല്യാണം കഴിച്ചത് തന്നെ. എന്നാലും അവള് ഗർഭിണി ആയപ്പോഴത്തേന് സാറായിക്ക് അവളൊരു നിന്നയായി തോന്നിയപ്പോൾ അവൾ അവിടെ നല്ല ഇറങ്ങിപ്പോയപ്പോൾ ദൈവത്തിന്റെ ദൂതനാണ് തിരിച്ച് അവളെ പിന്നെ അവിടെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ദൈവം പിന്നെ അവൾക്കൊരു വിഷമഘട്ടം ഉണ്ടായി. അവൾ തിരിച്ച് ആ കുഞ്ഞിനെ കൊണ്ട് ആ മരുഭൂമി പോയപ്പോഴും ദൈവം അവർക്ക് വേണ്ടി അവിടെ ഒരു വലിയൊരു നീരുറവ തുറന്നു കൊടുത്തു. ഇന്നും ദൈവത്തെ അറിയുന്ന എല്ലാ മക്കളും ഓർക്കുമ്പോൾ അവരെല്ലാം ആ സാറായി ഇസ്മായിലിനെ നമ്മളെല്ലാം മിക്കവാറും ദേവദാസന്മാരെ ശുശ്രൂഷിക്കുമ്പോൾ ആ കാര്യം പറയും. അവർക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതമായ തരം പ്രവർത്തിച്ചു. അതുപോലെ നമ്മൾ യിരെമ്യാവിന്റെ പുസ്തകം 18:1-16 വായിക്കുമ്പോഴത്തേനും ഒരു കുശവന്റെ യിരെമ്യാവിനോട് ദൈവം അരുളിച്ചെയ്തൊരു അരുളപ്പാടുണ്ട്.
അന്ന് വായിക്കാം. യിരെമ്യാവ് 18:1-16. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ വെളിപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിരുന്നു. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർന്നു. യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു. ഞാൻ ഒരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ചു കളയുമെന്ന് അരുളി ചെയ്തത്, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി അതിന്റെ ദുഷ്ടത വിട്ടുതിരിയുമെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കുന്നു. യിരെമ്യാവിനോട് ദൈവം പറയുവാണ്, നീ ഒരു കുശവന്റെ വീട്ടിൽ പോയി നോക്കുക. അപ്പം ആ കുശവനും ആ കുശവൻ തീരുമാനിക്കണം എവിടെ ആ കളിമണ്ണ് എടുക്കണം, ഏത് നല്ല കളിമണ്ണെന്നുള്ളത് കുശവന് മാത്രമേ അറിയത്തുള്ളൂ. ആ കുശവൻ ആ കളിമണ്ണ് എടുത്ത് അതിനെ ആ കുശവനും ആ കളിമണ്ണിനും അറിയത്തുള്ളൂ അതെന്തുമാത്രം വേദന സഹിച്ചു, എന്തുമാത്രം അടി സഹിച്ചിട്ടായിരിക്കും ആ കുശവൻ ആ ചക്രത്തിൽ അതിനെ കൊണ്ടുവന്നിട്ട് അത് ചിലപ്പം ചില സമയത്ത് അതങ്ങ് ഉടഞ്ഞു പോകുമ്പോഴും ആ കുശവൻ അതിനെ എടുത്ത് കളയുന്നില്ല. അതിനെ ആ കുശവന്റെ മനസ്സിലുള്ള രൂപമാക്കി ദൈവം അതിനെ എടുക്കുന്നു. അപ്പം നമ്മളും അതുപോലെയാണ്. നമ്മളും ദൈവത്തിന്റെ കയ്യിൽ ഓരോ കളിമണ്ണാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മൾക്കും ഏൽക്കുന്ന വിഷമങ്ങൾ, ഭാരങ്ങൾ, അടികളൊക്കെ ആർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷെ അത് നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ ഒരു കളിമണ്ണാണ്. ദൈവത്തിനറിയാം നമ്മളെ ഏത് രൂപമാക്കി നമ്മളെ എങ്ങനെ പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എനിക്കിപ്പം ഈ കുഞ്ഞുങ്ങളോടാണ് പറയാനുള്ളത്, നമ്മളെല്ലാം ജീവിക്കുന്ന ഓരോ കംഫർട്ട് സോണിലാണ്. കുഞ്ഞുങ്ങളാണെങ്കിലും ഇപ്പം അപ്പനും അമ്മയും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെങ്കിൽ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ദൈവം കംഫർട്ട് സോണിലായിരിക്കുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ എങ്ങനെ ജീവിക്കും, നമുക്ക് എന്ത് വേണം നമ്മൾ അപ്പനോട് അമ്മയോട് ചോദിച്ചാൽ മതി, നമുക്ക് കിട്ടും. അപ്പം നമ്മളൊരു സമയത്ത് ഇപ്പം നിങ്ങൾ പഠനം കഴിഞ്ഞ് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കിന് അന്നേരം കൂടെ നിങ്ങൾക്ക് കുഴപ്പം കാണത്തില്ല. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്കൊരു അനുഗ്രഹം കിട്ടാനാകുമ്പോഴത്തേനും ദൈവം നമ്മളെ ഒറ്റയ്ക്കാക്കുമ്പോഴത്തേനും അപ്പനും അമ്മയും നമ്മുടെ കൂടെ കാണത്തില്ല. അപ്പോൾ ഉള്ള കാര്യം ദൈവം മാത്രമേ നമ്മളോട് കാണത്തില്ല. അപ്പം എന്ത് ചെയ്യണം, നമ്മുടെ ആശ്രമങ്ങൾ എപ്പോഴും പറയും നമ്മുടെ വീട്ടിൽ ഒരു പായ ഉണ്ടായിരിക്കണം. അതുപോലെ കുഞ്ഞുങ്ങളുടെ എല്ലാവരും വീട്ടിൽ അപ്പനും അമ്മയും ഇപ്പം അത് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ ആയിരിക്കുന്നെങ്കിൽ നമുക്കൊരു പായ ഉണ്ടായിരിക്കും. ആ പായയിൽ നമ്മൾ ഇരുന്നിട്ട് ചെയ്യണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നമ്മൾ തന്നെ ആയി പോകുമ്പോഴത്തേക്കിനും നമുക്ക് ആദ്യം വിഷമം വരും. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ വീട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചപ്പോൾ വളർന്നപ്പോഴും ഒക്കെ എൻ്റെ അപ്പനും അമ്മയുടെയും കൂടെ മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ. കേരളം വിട്ടൊരു സ്ഥലത്തോട്ട് ഞാൻ പോയിട്ടില്ല. എനിക്ക് ജോലി കിട്ടിയതും പഠിച്ച സമയത്താണേലും എനിക്ക് എല്ലാ ഞായറാഴ്ച എൻ്റെ അപ്പനും അമ്മേനെ കാണാൻ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി കിട്ടിയപ്പോൾ പുഷ്പരി എൻ്റെ വീടിനടുത്ത് തന്നെ 1/2 മണിക്കൂർ എനിക്ക് പോയിട്ട് വരാം. എങ്ങും ഞാൻ മാറി നിന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അന്നേരപ്പോഴും എൻ്റെ കൂടത്തിൽ എനിക്ക് ആൾക്കാരുണ്ട്. എനിക്ക് പ്രശ്നങ്ങളില്ല. എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് എനിക്ക് പേടിയില്ല. കാരണം എൻ്റെ കൂട്ടത്തിൽ ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ് ഒരു സമയമായപ്പോഴത്തേക്കിനും ദൈവം എന്നെ തീർത്തും ഒറ്റപ്പെടുത്തി. അപ്പം ഞാൻ എനിക്ക് ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിലോട്ട് പോകാൻ പേടിയാണ്. കാരണം എൻ്റെ എല്ലാം ഫുൾ ലൈറ്റ് ഇട്ടിട്ടേ ഞാൻ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഒരു സാഹചര്യം ആയപ്പോഴത്തേനും ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു. അപ്പം ഞാൻ ഓർത്ത് എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി, ഞാൻ എന്തിനിങ്ങനെ തന്നായിപ്പോയെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാലും ദൈവം അതൊക്കെ ദൈവം എനിക്ക് അങ്ങനെ അനുകൂലമാക്കിയതാണ്. കാരണം അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും ഏത് സാഹചര്യത്തിൽ പെട്ടുപോയാലും നിങ്ങൾ എവിടെ ഇപ്പം നിങ്ങൾ പഠിക്കാൻ പോയി അപ്പനും അമ്മയും വിട്ടൊക്കെ പോയാലും ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ഒന്ന് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു പായ അവിടെ ഇട്ടിട്ട് നിങ്ങൾ ദിവസം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോഴത്തേനും തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തും. നമ്മൾ യെശയ്യാപ്രവാചകൻ 40-10 വാക്യം പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ താങ്ങും. അതുപോലെ നമ്മൾ ഏത് സാഹചര്യം പോയാലും നമ്മുടെ കാലുകളൊക്കെ ഇടറിപ്പോയാലും ദൈവം നമ്മളെ നടത്തും എന്നുള്ള വിശ്വാസത്തിൽ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ദൈവം നാം തീർന്നു.